10 മാസത്തോളമായി ഓപ്പണിംഗ് സ്ലോട്ടിനായുള്ള ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ആരുടെയും മാനസപുത്രനല്ലാത്തതുകൊണ്ട് തരുന്ന അവസരങ്ങളിൽ തിളങ്ങിയേക്കണം. ഏത് പൊസിഷനാണ് എന്നൊന്നും പറയില്ല, പറയുന്ന സ്ലോട്ടിൽ അങ്ങ് ഇറങ്ങിയേക്കണം. അതാണല്ലോ അയാളുടെ കാര്യത്തിൽ മാത്രമായി എഴുതി വെക്കപ്പെട്ട അലിഖിത നിയമം. അതിന് പറ്റിയില്ലെങ്കിൽ ബെഞ്ചിലിരുന്നേക്കണം. ജി പറയുന്ന കാലത്തോളം. പ്രോട്ടിയാസിനെതിരായ 2ാം T20യിൽ ടീം തോൽക്കുമ്പോൾ തനിക്കൊന്നും ചെയ്യാനാകുന്നില്ലല്ലോ എന്ന മട്ടിൽ നിസ്സഹായനായിരിക്കുന്ന സഞ്ജുവിൻ്റെ മുഖം ഇനിയും മറന്നു കളഞ്ഞിട്ടില്ല. ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റത് ആഘോഷിക്കാനൊന്നുമില്ല. പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജുവിന് തിരികെ എത്താൻ ആ പരിക്ക് വേണ്ടി വന്നു എന്ന് തന്നെ വേണം പറയാൻ. 3 മത്സരങ്ങളിൽ നിന്ന് ഗിൽ അടിച്ചെടുത്തതിനേക്കാൾ റൺസ് ഒറ്റ ഇന്നിങ്സിൽ അടിച്ചെടുത്ത് അയാൾ മൈതാനം വിടുന്നു. നാളെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. സഞ്ജുവിന് സ്ക്വാഡിൽ ഇടമുണ്ടാകും. പക്ഷേ 11ൽ ഇടമുണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതെ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സാർ. മാർക്കോ യാൻസൺ എറിഞ്ഞ 2ാം ഓവർ. സഞ്ജു ക്രീസിൽ നിൽക്കുമ്പോൾ ആരാധകരുടെ ഉള്ളൊന്ന് പിടഞ്ഞിട്ടുണ്ടാകും. കാരണം യാൻസന് മുന്നിൽ പലകുറി അയാൾ പതറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അയാളുടെ ഉള്ളിലപ്പോൾ സമ്മർദ്ദത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിക്കാണുമോ? ഇല്ല. ആ ഓവറിലെ അവസാന പന്ത് സഞ്ജു നേരിടുന്ന യാൻസന്റെ ആദ്യ പന്ത്. ലോങ് ഓണിന് മുകളിലൂടെ അത് നിലം തൊടാതെ ബൗണ്ടറി റോപ്പ് കടന്നു. എഫേർട്ട്ലെസ് ബാറ്റിംഗ്, ബ്യൂട്ടിഫുൾ റിസ് വർക്ക്. സമ്മർദ്ദത്തിൻ്റെ കടലാടങ്ങൾ കടന്നു വന്നവനാണ് അയാൾ. നഷ്ടപ്പെടാൻ ഇനി ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രഷർ എന്ന വാക്കിന് പ്രസക്തിയില്ല തന്നെ. ആ ഒരൊറ്റ സിക്സർ കൊണ്ട് ക്രിക്കറ്റിലെ 2 നാഴികക്കല്ലുകൾ അയാൾ പിന്നിട്ടു. T20 ക്രിക്കറ്റിൽ 8000 റൺസ്, ദേശീയ കുപ്പായത്തിൽ 1000 റൺസ്. T20 ക്രിക്കറ്റിൽ 8000 റൺസ് തികക്കുന്ന 7ാമത്തെ ഇന്ത്യൻ ബാറ്ററാണ് സഞ്ജു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, സുരേഷ് റെയ്ന, KL രാഹുൽ, സൂര്യകുമാർ യാദവ്. ആ ലിസ്റ്റിൽ ഉള്ളതൊക്കെ വമ്പൻ പേരുകളാണ്. ദേശീയ കുപ്പായത്തിൽ 1000 റൺസ് തികക്കുന്ന 14ാമത്തെ ഇന്ത്യക്കാരൻ. 4ാം ഓവർ എറിയാനെത്തിയത് ഒട്നെയിൽ ബാറ്റ്മാനാണ്. 2ാം T20യിൽ ദക്ഷിണാഫ്രിക്കയുടെ വിജയശില്പികളിൽ ഒരാൾ. 4 ഓവറിൽ അയാൾ അന്ന് പിഴുതെറിഞ്ഞത് 4 ഇന്ത്യൻ ബാറ്റർമാരെയാണ്. ഇക്കുറി അയാൾക്ക് മുന്നിൽ ദ ഗ്രേറ്റ് സഞ്ജു സാംസൺ. ബാറ്റ്മാൻ്റെ ആദ്യ പന്തിനെ തന്നെ മനോഹരമായൊരു സ്ട്രൈക്ക് ഡ്രൈവിൽ സഞ്ജു അതിർത്തി കടത്തി. പെർഫെക്റ്റ് ടൈമിംഗ്. 3ാം പന്ത് മിഡോണിലൂടെ ഒരിക്കൽ കൂടി ബൗണ്ടറി റോപ്പ് തൊട്ടു. അവസാന പന്തും അതിർത്തിയിലേക്ക്. ആ ഓവറിൽ ആകെ പറന്നത് 14 റൺസ്. അപ്പുറത്ത് അഭിഷേക് ശർമ്മയും ഗിയർ ഷിഫ്റ്റ് ചെയ്തു. 5ാം ഓവർ എറിഞ്ഞ യാൻസനെ അഭിഷേക് അതിർത്തി കടത്തിയത് 3 തവണയാണ്. എന്നാൽ കോർബിൻ ബോഷ് എറിഞ്ഞ 6ാം ഓവറിൽ അഭിഷേക് വീഴുന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 67 റൺസ് ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ 34 പന്തിൽ 63 റൺസാണ് സഞ്ജുവും അഭിഷേകും ചേർന്ന് ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത്. സീരീസിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച 1ാം വിക്കറ്റ് പാർട്ണർഷിപ്പ്. ഈ ഓപ്പണിംഗ് പെയർ 2024 എന്ന വർഷം തങ്ങളുടേത് മാത്രമാക്കി മാറ്റിയത് ഓർമ്മയില്ലേ? ആ കൂട്ടുകെട്ടിനെ പൊളിച്ചാണ് പ്രിൻസിനെ ഈ ടീമിലേക്ക് കെട്ടിക്കിറക്കിയത്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ജോർജ് ലിൻഡർ എറിഞ്ഞ 8ാം ഓവറിലെ അവസാന പന്തിൽ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സർ കൂടെ പറന്നു. ഒടുവിൽ 10ാം ഓവറിൽ അയാൾക്ക് തന്നെ വിക്കറ്റ് നൽകി മടക്കം. 22 പന്തിൽ 37 റൺസ്, 2 സിക്സർ, 4 4, 168 സ്ട്രൈക്ക് റേറ്റ്. അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്ന ഷോട്ടുകൾ ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. ഇനി ചിലത് ആവർത്തിച്ചോർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. T20 കരിയറിൽ ദേശീയ കുപ്പായത്തിൽ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്ന 3 സെഞ്ചുറികളിൽ 2 എണ്ണം പ്രോട്ടിയാസിനെതിരെയായിരുന്നു. അയാളെയാണ് സാർ നിങ്ങൾ അതേ ടീമിനെതിരെ ഒരിക്കൽ കൂടി കളത്തിലിറങ്ങുമ്പോൾ പലകുറി ബെഞ്ചിലിരുത്തിയത്. കരിയറിൽ അയാളടിച്ച 3 T20 സെഞ്ചുറികളും പിറന്നത് ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയപ്പോഴാണ്. ഏകദിന കരിയറിൽ സഞ്ജു കളിച്ച അവസാന മത്സരവും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. അന്നും അയാൾ 3 അക്കം തൊട്ടു. ഇടക്കിടക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ സീരീസിൽ 3 മത്സരങ്ങളിൽ നിന്ന് ശുഭ്മാൻ ഗിൽ ആകെ അടിച്ചെടുത്ത റൺസ് എത്രയാണെന്നോ? 32. സ്ട്രൈക്ക് റേറ്റ് 90. നാളെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അജിത് അഗർക്കർ പ്രഖ്യാപിക്കാൻ പോകുന്ന ആദ്യ പേര് ചിലപ്പോൾ അയാളുടേതായിരിക്കും. കമൻട്രിക്കിടെ രവിശാസ്ത്രി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സഞ്ജു ഇപ്പോഴും നമ്മുടെ ആദ്യ പരിഗണനയിൽ വരാത്തത്? അയാളെ ഓപ്പണിംഗ് റോളിൽ കളിപ്പിക്കാൻ ഒരു പരിക്കിനായി നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാണ്? ഹീസ് നാച്ചുറൽ അറ്റ് ദ ടോപ്പ് ഓർഡർ. T20 ക്രിക്കറ്റിൽ 3 സെഞ്ചുറികളുണ്ട് അയാളുടെ പേരിൽ. അതിൽ 2 എണ്ണം ബാക്ക് ടു ബാക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഹീസ് എക്സ്പ്ലോസീവ്, ഡേഞ്ചറസ്. ഇങ്ങനെയൊക്കെ ബാറ്റ് വീശുമ്പോൾ അയാൾക്ക് നിങ്ങൾ എവിടെയാണ് പന്തെറിഞ്ഞു കൊടുക്കുക? ഗൗതം ഗംഭീർ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?